അൽഫാം മന്തി, ഫിഷ് ഗ്രിൽ, തന്തൂരി, ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും. ദർബാർ ഫാമിലി റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം, ഗുരുവായൂർ റോഡ്, പട്ടാമ്പി. ഇരുമ്പിളിയം ഹൈസ്കൂളിലെ 1992 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിലവിലെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരുമ്പിളിയം ഹൈസ്കൂളിലെ 1992 SSLC ബാച്ചിന്റെ ആഭിമുഖ്യത്തിലാണ് നിലവിലെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മോട്ടിവേഷൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയുള്ള ആളുകളുമൊക്കെ നിങ്ങളെ സഹായിക്കാനായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളെങ്ങനെ കാണണം, നിങ്ങൾ ഏത് തരത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മുകളിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലൈറ്റ് കണ്ടുപിടിച്ചത് തോമസ് എഡിസനാണ്. എഡിസനെ സ്കൂൾ കൊണ്ടുപോയി ചേർത്തു. സ്കൂളിൽ ഇങ്ങനെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി വളരെ മോശമായി സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലുമൊക്കെ. അങ്ങനെ മോശമായപ്പോൾ ആ കുട്ടിയുടെ എഡിസന്റെ ക്ലാസ് ടീച്ചർ ആ കുട്ടിയുടെ എഡിസന്റെ അമ്മക്ക് ഒരു കത്ത് എഴുതിയിട്ട് കൊടുത്തയക്കുന്നത്. ഒരു കത്ത് എഴുതിയിട്ട് കത്ത് കയ്യിലിട്ട് കവറിലിട്ട് കൊടുത്തയച്ചു. ഈ അമ്മ ആ കത്ത് അമ്മക്ക് വൈകുന്നേരം കൊണ്ടുപോയി ആ കത്ത് എഡിസന്റെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു. മുൻ പോലീസ് സബ് ഇൻസ്പെക്ടർ പൗലോസ് കൂട്ടമ്പുഴ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. ബാച്ച് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ, സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് GJ ടീച്ചർ, PTA പ്രസിഡന്റ് PT അമീർ, 1992 ബാച്ച് അംഗവും മഹൽ സിനിമയുടെ സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 1992 ബാച്ചിലെ അംഗങ്ങളായ OP റഫീഖ്, മുഹമ്മദ് കുഞ്ഞി, നസീറ, ഷീബ, സുധ, മഞ്ജുഷ എന്നിവർ നേതൃത്വം നൽകി. ക്ലാസ് എടുത്ത പൗലോസ് കൂട്ടമ്പുഴയ്ക്ക് ബാച്ചിന്റെ ഉപഹാരവും MLA നൽകി.